നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം പുളിയറക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ മാറി കാവിൻപുറം എന്ന ഒരു ലൊക്കേഷനിലാണ്. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയ്ക്കും തെർമോ പിൻമോളിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഏകദേശം 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പാണ്. ഇവിടെ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായി തന്നെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മുൻവശത്ത് ഇൻ്റർലോക്കിട്ട് മനോഹരമാക്കിയ ഒരു പാർക്കിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പാർക്കിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ മനോഹരമായ ഒരു സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായ വുഡൻ പാനലിൻ്റെ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്ത ഒരു സിറ്റ് ഔട്ട് തന്നെയാണത്. അത്യാവശ്യം ഇൻറ്റീരിയർ എല്ലാം നൽകി വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്ത സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത് ലാവിൻ്റെ ഒരു ഡബിൾ ഡോറാണ്. ഈ ഡബിൾ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ നൽകി ഇൻറ്റീരിയറും എല്ലാം ഉൾപ്പെടുത്തി ഷോക്കേസും ഒക്കെ നൽകി ക്രമീകരിച്ചിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഏരിയ തന്നെയാണ് ലിവിങ് ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ലിവിങ്ങിൽ തന്നെയാണ് വളരെ പോർട്ടബിളായ ക്രമീകരിച്ച ഒരു TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പാർട്ടീഷൻ ചെയ്തതുപോലെ ക്രമീകരിച്ചാണ് ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. മുകളിൽ CNC പാനലിൻ്റെ വളരെ മനോഹരമായ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിൻ്റെ പുറകിലായിട്ടാണ് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് തന്നെയാണ്. ഒരു 7-6 ചെയർ വരെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ അത്യാവശ്യം ഒരു ക്രോക്കറി ഷെൽഫും ആ പാർട്ടീഷൻ വളരെ പുറകിലായി ക്രമീകരിച്ച് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയ ഒരു പാർട്ടീഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ചെവരിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടതുപോലെ വളരെ ഗ്ലാമറായിട്ട് ചെയ്ത വുഡിൻ്റെ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഡിസൈനൊക്കെ നൽകി തന്നെയാണ് കിച്ചൻ്റെ പാർട്ടും ചെയ്തിട്ടുള്ളത്. ഈ വലതുവശത്തെ മാറിയാണ് ഒരു ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുള്ളത്. ഒരു പൈപ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലൈറ്റും ഒരു സ്ക്വയർ ടൈപ്പായിട്ടുള്ള ഗ്ലാസും ഈ വാഷ് ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് ഓപ്പണായിട്ടുള്ള കിച്ചനല്ല ഇവിടെ ഒരു കവേർഡായിട്ടുള്ള കിച്ചൻ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത്. യെല്ലോ ഓറഞ്ച് കളർ കോംബോയിൽ ക്രമീകരിച്ച സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് കളർ സ്ലാബിനടിയിലായിട്ടാണ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് അല്ലാതെ നൽകിയിട്ടുള്ളത്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൻ തന്നെയാണ്. ഇവിടെയും കിണറിലെ വെള്ളം ലഭിക്കത്തക്ക രീതിയിലും വാട്ടർ കണക്ഷനിലെ വെള്ളം ലഭിക്കത്തക്ക രീതിയിലും ക്രമീകരിച്ച ഒരു സിങ്കും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വീടിന് 3 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. ഈ റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം 12x11 എന്ന അളവിലുള്ള ഒരു റൂമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയും നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ കണ്ടതുപോലെയുള്ള വുഡൻ പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അറ്റാച്ച് തന്നെയാണ്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു ഷെൽഫും ഈ വീടിൻ്റെ ഒരു കോർണറിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ് ഈ റൂമിലെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇതും അതേ അളവിൽ തന്നെ ക്രമീകരിച്ച ഒരു ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ്. ഇവിടെയും വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു 4 ഡോറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ്സും ഇവിടെ ഈ കോർണറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതും അറ്റാച്ച് തന്നെയാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം നൽകി വളരെ സ്പേഷ്യസായി ക്രമീകരിച്ച ഒരു അറ്റാച്ച് ബാത്റൂമും ഈ റൂമിന് നൽകിയിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഈ റൂം സ്പേഷ്യസായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ വുഡ് പാനലിങ്ങിന് പകരം റോയൽ പ്ലൈ ആണ് നൽകിയിട്ടുള്ളത്. അറ്റാച്ച് തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഷെയ്ഡിന് മുകളിലായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ മാക്സിമം സ്ഥലം ലഭിക്കുന്ന രീതിയിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു അറ്റാച്ച് റൂമാണിത്. ഇതും വളരെ സ്പേഷ്യസായ ക്രമീകരിച്ച ഒരു ബാത്റൂം നൽകി നിർമ്മിച്ച ഒരു റൂം തന്നെയാണ്. അങ്ങനെ 3 റൂമുകൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു വീടാണ് ഈ സിംഗിൾ സ്റ്റോറിയുടെ വീട്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പറയാം. ഇവിടെ സ്വിച്ച് ബോർഡുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഫൈ എന്നുള്ള കമ്പനിയുടെയാണ്. വയറും ELCB MCB ഉപയോഗിച്ചിരിക്കുന്നത് V-Guardൻ്റെ ആണ്. കൂടാതെ
നമുക്കിവിടെ വാട്ടർ കണക്ഷന് KWAയുടെ വാട്ടർ കണക്ഷനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് വുഡെല്ലാം തന്നെ പ്ലാവും അൽക്കേഷ്യയുമാണ്. ഇത് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 53 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണുവാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ ഡിസ്പ്ലേയിലോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.